ഹലോ ഗായ്സ്, നമ്മൾ കളിക്കുമ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ വേറൊരു പാർട്ടായിട്ടാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അതേ ഗായ്സ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ആയി പോയിരിക്കുന്നു. പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് പിടിച്ചെടുത്ത് ഈ സ്ഥലം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ മണ്ടയ്ക്കോട്ടൊന്ന് കയറി കാണിച്ചു തരാം. ഇവിടെ അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കത്തി കാണും. ഞാൻ എൻ്റെ ടോപ്പ് എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. ഗായ്സ്, നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതായിട്ട് മനസ്സിലായി കാണും. അതെ ഗൈസ്, നമ്മുടെ സ്വന്തം ഗോഡായ സുധിയണ്ണൻ കളിച്ച വേൾഡിൻ്റെ സീഡാണ്. എന്നിട്ട് ഞാൻ ആ സീഡ് എടുത്തിട്ട് ഈ ഫോണിനകത്തോട്ട് ആഡ് ചെയ്ത് നോക്കിയപ്പം സുധിയണ്ണൻ കളിച്ച വേൾഡിനകത്തോട്ട് ആ റെവീനില്ല. എന്നാലും ഞാൻ ആദ്യം വിചാരിച്ച് വീഡിയോ എടുക്കണ്ടാന്ന്. എന്നിട്ട് പകുതിയപ്പോൾ ഞാൻ വിചാരിച്ചെടുക്കാമെന്ന്. ഇത് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിനകത്ത് പിന്നെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഗൈസ്, ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക, പിന്നെ ലൈക്കും ചെയ്തേക്കുക, പറ്റുന്നത്ര ഫ്രണ്ട്സിന് ഷെയറിങ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമ്മളത്തെ ലൈക്ക് ടാർഗറ്റ് വെറും 5 എല്ലാവരും ഒന്ന് അടിച്ച് സപ്പോർട്ട് തരാൻ നോക്കേണ്ടതാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ കുറേ വ്യൂസ് കയറിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ പാർട്ട് ഇട്ടപ്പോൾ വീഡിയോയ്ക്ക് അത്ര വ്യൂസ് ഒന്നും കയറിയില്ല. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മാക്സിമം പറ്റുന്ന അത്രയും ഫ്രണ്ട്സിന് നിങ്ങൾ പറ്റുന്നതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അടിയിലോട്ട് ഇത് കേവാണ്. ഞാൻ പിന്നെ ഇവിടം വരെ ടോർച്ച് വെച്ച് ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇടയ്ക്ക് കുറേ ജീവികളൊക്കെ സ്പോണാവും. അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. സ്ക്വിഡ് എങ്ങാണ്ട് ഇവിടെ സ്പോണാവും. സ്ക്വിഡല്ല, വേറെന്തോ സാധനം. ഈ കറക്റ്റിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഡീപ്പ് സ്ലൈറ്റ് ലെവലാണ്. നമുക്കിവിടുന്ന് ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. എന്തായാലും പിന്നെ എടുക്കാം. ഇപ്പോൾ എടുത്താൽ പോയാൽ പിന്നെ എപ്പോഴേലും ആവശ്യം വരുമ്പോൾ ഞാൻ പിന്നെ ഇവിടെ കിടന്ന് തപ്പേണ്ടി വരും. പിന്നെ ഇപ്പോൾ എടുത്താൽ ഞാൻ ഇപ്പോൾ മൊത്തം തീർക്കും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സംഭവമുണ്ട്. അതേ ഗൈസ്, നെതർ പോർട്ടൽ. പിന്നെ ഈ നെതർ പോർട്ടലിനൊരു കുഴപ്പമുണ്ട്. ആദ്യം ഞാൻ നെതറിൽ കയറി കാണിച്ചു തരാം. പിന്നെ പഴയ വീഡിയോസ് പോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്കും സൗണ്ട് ഇല്ല, മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ. അപ്പോൾ ഇതാണ് നെതർ പോർട്ടൽ. അത് ഷീൽഡ് എടുത്തിട്ടെ ഈ പിഗ്ലിങ്സ് എല്ലാം വന്നാൽ നല്ല കുത്ത് കിട്ടും. പിന്നെ അങ്ങോട്ട് പിഗ്ലിങ്സ് ഒന്നും വരത്തില്ല, അത് വേറൊരു കാര്യം. ഞാനിത് -ഡിഗ്രിയിലാണ് ആദ്യം ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ നിങ്ങളിത് കണ്ടോളൂ. അതേ ഗൈസ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. നമ്മളിപ്പം ഈ നെതർ പോർട്ടൽ ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ -ഡിഗ്രിയിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് പിന്നെ നമ്മൾ താഴോട്ട് എത്തിയിരിക്കുന്നു. ഇവിടെ കുറച്ച് സ്കെൽറ്റൻസ് ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. നാണ്ടയക്കുന്ന ഒരുത്തൻ. ഇപ്പോൾ അവനെ തീർത്തേക്കാം. എനിക്ക് ഈ നടുക്ക് ഇങ്ങനെ കൺട്രോളർ മാറ്റിയിട്ടിട്ട് കളിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ശീലമില്ല. ഇതിലും കാണിച്ചു തരാം. കൊടുക്കടാ, അച്ചാവടാ. ഒരടി അടിച്ച് അങ്ങനെ അവനെ തീർത്തിട്ടുണ്ട്. ഞാൻ ഈ നടുക്ക് പ്ലസ് പോലെ വരുന്നത് ഇങ്ങനെ ഇട്ട് കളിക്കാൻ മാക്സിമം നോക്കുവാണ്. എനിക്കിങ്ങനെ ശീലമില്ല ഇതിട്ട് കളിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോവാം. നമുക്കിനിയും ഒരു സംഭവമുണ്ട്, അപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പോകണം. നമ്മൾ ഇനി വീട്ടിൽ എത്തിയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ ഇവിടെ എങ്ങാണ്ട് കുറച്ച് അയൺ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അയൺ അങ്ങ് എടുത്തോണ്ട് പോകാം. എന്ത് ചെയ്യേ? അതാണ്ട് ഇവിടെ കുറച്ചിരിക്കുന്നു, അത് ഇവിടുന്ന് എടുക്കാം. പൊട്ടട്ടെ. ഇങ്ങനെ അത്രയും ഇതിന് ഫുൾ എടുത്തോണ്ട് നമുക്കങ്ങ് പോവാം. ആദ്യം ഇപ്പം ആ സൈഡിലെത്തെടുത്തോണ്ട് ആണ്ട് ഇവിടെ ഇച്ചിരി ഇരിക്കുന്നു, ഇതും എടുത്തേക്കാം. ഇതും കിട്ടി മണ്ടയ്ക്കത്തെ. ചെറിയൊരു പനിയുണ്ട്, അതുകൊണ്ട് എൻ്റെ സൗണ്ടിന് ഇച്ചിരി മാറ്റമുള്ളത് പോലെ തോന്നുന്നത്. ഞാനിനിയും വീട്ടിലെത്തിയിട്ട് കാണിക്കാം. ഗൈസ്, നമ്മൾ വീടെത്തിയിട്ടുണ്ട്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ആലോചിക്കട്ടെ. ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? ഗൈസ്, നിങ്ങളിത് കണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതേ ഗായ്സ്, ഡയമണ്ട് ഇത് തന്നെ ഗായ്സ്. 3 ഡയമണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതെ, 3 ഡയമണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ലയൺ ഇരുന്നപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു സാധനം കിട്ടിയെന്ന്. അത് ഈ ഡയമണ്ട് തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഡയമണ്ട് വെച്ച് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പം ആദ്യം ഞാനൊരു പിക്കാക്സ്, ഒരു ഗോൾഡൻ വുഡ് ഉണ്ടാക്കുന്ന ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കട്ടെ. ഇനിയും ഇപ്പം എന്താ ചെയ്യാൻ വന്നേ? ഈ കയ്യിലിരിക്കുന്ന അയണൊന്ന് എടുത്തിട്ട് ഒഴിക്കാൻ വെക്കട്ടെ. അയൺ അവിടെ നിന്ന് മെൽറ്റ് ആവട്ടെ. നമുക്ക് താഴോട്ട് പോവാം. ഈ പിക്കാക്സ് വെച്ച് നമ്മൾ ആ നെതർ പോർട്ടലെടുത്ത് മണ്ടയ്ക്കോട്ട് കൊണ്ടുവരാൻ പോകുവാണ്. അപ്പം അതിനവിടെ നേരെ അങ്ങോട്ട് പോയി പൊട്ടിക്കണം. പെട്ടെന്ന് ഗായ്സ്, നമ്മളപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം നേരെ ഇതിനടുത്തോട്ട് പോട്ടെ. ഗായ്സ്, അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി പിക്കാക്സ് വെച്ച് പൊട്ടിക്കാൻ കുറച്ച് സമയം എടുക്കും. ആദ്യത്തെ ബ്ലോക്ക് പൊട്ടിക്കട്ടെ. അത് പൊട്ടിച്ചിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ അച്ചീവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള ബ്ലോക്ക് ഫുള്ളും പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം.
ഓക്കെ, ഇനി അങ്ങനെ ഒരുവിധം ഇത്ര ഒബ്സിഡിയൻ പൊട്ടിച്ചെടുത്ത് ഇനി എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് പോയിട്ട് നിങ്ങളെ കാണിക്കാം. ഗൈസ്, ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഒരു ജീവി ഉണ്ടെന്ന്. ഒരു മിനിറ്റ് ഇത് കിടന്നുറങ്ങട്ടെ. അങ്ങനെ ഈ നൈറ്റ് അങ്ങനെ സ്ലീപ്പ് ത്രൂ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. രാവിലെ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ജീവി. ഞാൻ കൊന്നേക്കാം. ഈ ലെവലിൽ ഇത് സ്പോൺ ആവുന്നത് ഭാഗ്യമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതിനെ കൊന്നിട്ടങ്ങ് പോവാം. ചാട്രാ, കിട്ടിയില്ല. ഒരടി ചത്ത് ഇല്ല. പെട്ടെന്ന് അതിനെ അങ്ങ് കൊന്നില്ല. ഞാൻ ഈ വേൾഡിനകത്ത് ഇതുവരെ ഒരു വട്ടം പോലും ചത്തിട്ടില്ല. നീ ചാവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പോകുന്ന വഴി കാണാം. അങ്ങനെ നമ്മുടെ ഈ വീടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. വീടെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നമ്മുടെ ഒരു കൊച്ചു വീട് പോലെ. 3 ഏണായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ മൊത്തത്തിൽ എത്ര ഏണായി? 9 ഏണായിട്ടുണ്ട് മൊത്തത്തിൽ. ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി അതുപോലെ ഒന്ന് വെച്ചേക്കാം. ഇത് സൈഡിലോട്ട് വെച്ചിട്ട് ഇതെടുത്ത് ഈ മൂലക്കോട്ട് ഇതെടുത്ത് കൈ വെച്ചേക്കാം. എന്നിട്ട് അതെടുത്ത് ഇവിടെ ഇട്ടിട്ട് അയണിൻ്റെ എന്തായിരുന്നു അയൺ ബൂട്ട് എടുത്ത് അകത്തോട്ട് വെച്ചേക്കാം. ഇനി ഒബ്സീഡിയം വെച്ചിട്ട് നമുക്ക് പോർട്ടൽ സൈഡിലോട്ട് പണിയണം. ഇതിനു മുമ്പ് ഫ്ലെയിം ആൻഡ് സ്റ്റീൽ കയ്യിലിരിപ്പുണ്ട്. നമ്മളിപ്പോൾ എങ്ങോട്ട് പണിയും? എന്നേലും എങ്ങോട്ട് പണി? ഇതെടുത്ത് ഇതിനകത്തോട്ട് വെച്ചേക്കാം. അതിന് മുമ്പ് ഇതും കയ്യിലിട്ടിരിക്കുന്നു, ഓണ്ടിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കൂട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ആക്കിയേക്കാം. ഇതെല്ലാം ചുമ്മാ ആയിരിക്കുമല്ലോ. അപ്പം ഈ ഒരു ബ്ലോക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് വെള്ളം ഇവിടെ ഒഴിച്ചിട്ട് പിക്കാക്സ് എടുത്ത് പൊട്ടിച്ച് അത്ര സെറ്റ്. എന്നിട്ട് ഈ വാട്ടർ ബക്കറ്റ് വെച്ച് ഒരു ബക്കറ്റ് വാട്ടറും എടുത്തിട്ട് ഇനി നേരെ എല്ലാം കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഡയമണ്ട് പിക്കാക്സ് എടുത്ത് അകത്ത് വെച്ചിട്ട് ഫ്ലിൻ്റ് എന്തോ അതിൻ്റെ അടുത്ത് വെച്ചേ. ഫ്ലിൻ്റ് എടുത്തില്ല. ഒന്നുകൂടെ ഫ്ലിൻ്റ് എടുക്കട്ടെ. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്തിട്ട് എങ്ങോട്ട് പണിയും? ഇവിടുന്ന് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് പണിയാലോ. ഇങ്ങോട്ട് വേണ്ട, ഈ ഒരു സൈഡിലോട്ട് പണിയാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫില്ലാക്കിയേക്കാം. ഇത് ഫില്ലാക്കിയിട്ട് പെട്ടെന്നൊന്ന് പണിയണം. ഇവിടെ 2 ഡേർട്ടും കൂടെ ഒന്ന് വെച്ചിട്ട് ഡേർട്ടും തീർന്നു. ഇനിയും 2 കോബിൾ സ്റ്റോൺ കയ്യിരിക്കുന്നു. അല്ല വേണ്ട, ഈ രാവിലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കിടക്കാം. ഇത് ഇത്രയോ 3 ഇട്ടപ്പം അവിടെ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത് ആദ്യം ഒബ്സിഡിയൻ ഇത് പൊട്ടിക്കണം. പിക്കാക്സ് എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങി. ഈ സൈഡും കൂടെ ഇത് ഇത്രയും പൊട്ടിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ തരത്തിനകത്തോട്ട് വെക്കണം. ഇത് ഇത്രയും പൊട്ടിച്ച് കഴിഞ്ഞ് ഒരു ബ്ലോക്ക് കൂടെ പൊട്ടിക്കണം സൈഡിലോട്ട്. ഒരു ബ്ലോക്ക് ഇറങ്ങിപ്പോയോ എന്നൊരു സംശയം. എന്തായാലും നമുക്ക് ഈ സൈഡിലോട്ട് കുഴിക്കാം. ഈ ബ്ലോക്കും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി മണ്ടക്കോട്ട് 2-3 ബ്ലോക്കുണ്ട്. അങ്ങനെ അതൊത്തരം പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയും പെട്ടെന്ന് ഈ ബ്ലോക്കൊക്കെ എടുത്ത് ഇങ്ങോട്ടൊന്ന് വെക്കട്ടെ. ഈ ഒബ്സിഡിയൻ ഇവിടെ തികയോന്ന് അറിയത്തില്ല, എന്നേലും ചുമ്മാ നോക്കാം. ഇവിടെ ആദ്യം വെച്ച് നോക്കട്ടെ. 1 2 3 താഴെ 2 ബ്ലോക്ക് കൂടെ വെച്ച് നോക്കാം. ഒന്ന് പൊട്ടിക്കട്ടെ. പിക്കാക്സ് എടുത്തിട്ട് 2 കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് 1 2 മണ്ടയ്ക്ക് 1 2 1 2. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഞാൻ വെക്കുമ്പോൾ ഒരു ബ്ലോക്കിൽ മിസ്സാവുമെന്ന്. എൻ്റെ കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ടായിരുന്നു. കോബിൾ സ്റ്റോണോട് ഈ അറ്റത്തോട്ട് വെച്ചിട്ട് ഈ പിക്കാക്സൂടെ കയ്യിലോട്ടൊന്ന് എടുത്തിട്ട് പൊട്ടിക്കണം. എന്താ പൊട്ടാൻ ഇത്ര സമയം? സമയം വേണമല്ലോ. പൊട്ട് ഇത്ര സമയം എടുക്കുന്നു? സാധാരണ ഇതിൽ കൂടുതൽ സമയം എടുക്കുന്നതല്ലല്ലോ. ഇവിടെ ഇത്രയും പണിഞ്ഞ് കഴിഞ്ഞ് ബാക്കിലോട്ടൊന്ന് ഇറങ്ങി എന്നിട്ടെല്ലാം നോക്കിയിട്ട് നമ്മുടെ പോർട്ടൽ ഇത്ര സെറ്റായിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഐശ്വര്യമായിട്ട് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഒന്ന് കത്തിക്കാം. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കത്തിച്ചിട്ട് ഈ ഡയമണ്ട് പിക്കാക്സ് എടുത്ത് അകത്തോട്ട് വെച്ചിട്ട് എല്ലാം സെറ്റാക്കിയാണ്. ബൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നേരെ അകത്തോട്ട് നിന്നിട്ട്
നല്ലൊരു സ്ഥലം കാണിക്കണേ ദൈവമേ. ഫോറസ്റ്റ് അടുത്ത് കാണണേ. ഗായ്സ് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഇത് തലകർക്കം പോലെ ഇപ്പോഴും. നമ്മളെത്തി. അയ്യോ, ഇവിടെ ഞാൻ കൊള്ളാം. നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുന്നു. അയ്യോ, തിരിച്ചു കയറി പോവാം ആദ്യം. പെട്ടെന്ന് പോട്ടെ. എന്തായാലും ഇവിടെ നിന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ എത്തിയിട്ട് പെട്ടെന്ന് നമ്മളെവിടെ പോണേ? അയ്യോ, നമ്മുടെ വീടെന്തി? അയ്യോ, മൈൻക്രാഫ്റ്റ് നമ്മളെ ചതിച്ച് ഗൈസ്. നെതർ പോർട്ടിൽ നമ്മളെ ചതിച്ച്. ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ പോവാം. നെതർ തന്നെ എനിക്ക് ഇവിടേക്ക് എന്തായാലും സേഫ് അല്ല. എന്തായാലും പെട്ടെന്ന് നെതറിലോട്ട് എത്തട്ടെ. ഇനിയും നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഗൈസ്, നമ്മുടെ ആദ്യത്തെ മരണം അവിടെ നിന്ന സ്കെൽറ്റൻ നമ്മളെ തല്ലിക്കൊന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്. ഇനി ഇങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഞാൻ.